ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിൽ ആദ്യം സാമ്പത്തിക തലക്കെട്ടുകൾ. തകർച്ചയിൽ നിന്ന് കരകയറി വിപണികൾ. സെൻസെക്സ് 200 പോയിന്റ് ഉയർന്നു. ദേശീയ ഓഹരി വിപണി 22,350-ൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ നേരിയ ഇടിവ്. മുതിർന്ന എക്സിക്യൂട്ടീവുകളുടെ രാജിയെ തുടർന്ന് സ്പൈസ് ജെറ്റ് ഓഹരി വിലയിൽ 9% ഇടിവ്. ബിറ്റ്കോയിൻ വില സർവ്വകാല റെക്കോർഡായ $71,000. 10 പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്ത് റെയിൽവേ വികസനത്തിന് പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി. ശരാശരി റെയിൽവേ ബജറ്റ് 6 ഇരട്ടി കൂട്ടിയെന്ന് മോദി. മിഷൻ ദിവ്യാസ്ത്ര പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി 5 മിസൈലുകൾ പുറത്തിറക്കി. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ സജീവമാകാൻ ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമി. SU7 ഈ മാസം 28-ന് ലോഞ്ച് ചെയ്യും. ചൈനയിലെ 29 നഗരങ്ങളിലായി 59 സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ചൈനീസ് സമൂഹ മാധ്യമമായ വെയ്ബോയിൽ കുറിപ്പ്. തുടർച്ചയായ 2ാം മാസവും ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെച്ച കോച്ചിംഗ് സ്ഥാപന ശൃംഖല ഫിഡ്ജി. കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ശമ്പളം തടഞ്ഞതെന്ന ജീവനക്കാർക്ക് ഇമെയിൽ സന്ദേശം. വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ ഓഫീസിൽ വരുന്നത് ജീവനക്കാരെ എവിടെയും എത്തിക്കില്ലെന്ന് ഫിഡ്ജി മേധാവി ദിനേഷ് കുമാർ ഗോയൽ. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിച്ചില്ലെങ്കിൽ ശമ്പളം അക്കൗണ്ടിൽ വരില്ലെന്നും സന്ദേശത്തിൽ. പേയ്മെന്റ് ബാങ്കുകൾക്കെതിരെ RBI ഓംബുഡ്സ്മാന് ലഭിച്ച പരാതികളുടെ എണ്ണത്തിൽ വർധന. ഏറ്റവും അധികം പരാതികൾ പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ. 2022 ഏപ്രിൽ 1-നും 2023 മാർച്ച് 31-നും ഇടയിൽ ഒരു പേടിഎം ശാഖയിൽ നിന്ന് ലഭിച്ചത് 501 പരാതികൾ. NSDL പേയ്മെന്റ് ബാങ്കിനും എയർടെൽ പേയ്മെന്റ് ബാങ്കിനുമെതിരെയും പരാതികൾ. കുറവ് പരാതികൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിനെതിരെ. ഇന്ന് വിപണികളിൽ ഒരു ഉണർവ് ദൃശ്യമാണ്. രാവിലെ മുതൽ ഓഹരി വിപണികളിൽ ചെറിയൊരു നേട്ടത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ ആ നേട്ടം വിപണികൾ മെച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയ ഓഹരി സൂചിക നോക്കിക്കഴിഞ്ഞാൽ 51 പോയിന്റ് ഉയർന്ന് 22,383 എന്ന പോയിന്റിലാണ് നിൽക്കുന്നത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സെക്ടർ ഓഹരികൾ നോക്കിക്കഴിഞ്ഞാൽ 2 വിഭാഗവും 2 മേഖലയും വളരെ വ്യക്തമായ മാർജിനോടുകൂടെ തന്നെ മുന്നേറുകയാണ്. 71 പോയിന്റ് ഉയർന്ന് 47,398-ലാണ് നിഫ്റ്റി ബാങ്ക് ഓഹരികൾ ഇപ്പോൾ വ്യാപാരം തുടരുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 339 പോയിന്റ് ഉയർന്ന് 73,841 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഡോളർ രൂപ വിനിമയം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ രൂപ മുന്നേറുകയായിരുന്നു. ഡോളർ സൂചികയിൽ ഡോളർ ഇന്ന് ഒരു മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. രൂപയ്ക്ക് നേരിയ ഇടിവാണ്. 17 പൈസ കുറഞ്ഞ് 82 രൂപ 75 പൈസ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഉച്ചയ്ക്കുള്ള അതിഥിയുണ്ട്. പ്രിൻസ് ജോർജ്, മാനേജിംഗ് ഡയറക്ടർ DBFS. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയാണ് മിഡ് ഡേ ട്രെൻഡ്? അതുപോലെ തന്നെ നമ്മൾ രാവിലെ ബാക്കി വെച്ച ചോദ്യത്തിന് മറുപടി കൂടി പറയണം. സ്റ്റുഡൻസിന് എങ്ങനെ പാർട്ട് ടൈമായി ഇൻവെസ്റ്റ് ചെയ്യാം എന്ന ചോദ്യമായിരുന്നു അത്. ചോദ്യം ചോദിച്ചത് ടിനുവി തോമസ് ആണ്. ഈ ആഴ്ചത്തെ ക്യാഷ് പ്രൈസും അദ്ദേഹത്തിനാണ്. അപ്പോൾ 2 ഉത്തരങ്ങളും കൂടി വളരെ ചെറുതായി. 2 ഉത്തരത്തിനുള്ള മറുപടി, 2 ഉത്തരം തരാനുള്ള ടൈം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മാർക്കറ്റിനെ പറ്റി ക്വിക്കായിട്ട് പറയാം. ഇൻഡെക്സുകൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ പോസിറ്റീവായിട്ട് തന്നെ കാണിക്കുന്നു. അപൂർവം ചില ലാർജ് ക്യാപ് ഷെയറുകൾ റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്കിലൊക്കെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇൻഡെക്സ് പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. പക്ഷെ ധാരാളം ഷെയറുകൾ ഇൻഡെക്സ് പുറത്തുള്ള ഷെയറുകളെല്ലാം ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഇൻഡെക്സ് സ്വല്പം മിസ്ലീഡിംഗ് ആണെന്ന് വേണം പറയേണ്ടത്. എന്നാലും മാർക്കറ്റ് വലിയ മോശമുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല. നെഗറ്റീവ് ടെറിട്ടറിയിൽ പോയ മാർക്കറ്റ് വീണ്ടും റിക്കവർ ചെയ്ത് ഇപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഏതാണ്ട് ഈ 23,500 ലെവലിൽ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് ട്രൈ ചെയ്യുന്നത്. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു സ്റ്റുഡന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മനസ്സിലായി. പാർട്ട് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നൊന്നും ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല, വളരെ നല്ല കാര്യമാണ്. ജോലി ചെയ്യുന്നതിന് ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം കറക്റ്റ് ആയാൽ മതി. പക്ഷെ പാർട്ട് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പണം വേണം. അപ്പൊ തീർച്ചയായിട്ടും ആ സ്റ്റുഡന്റിന് ഉള്ള സേവിങ്സ്, അദ്ദേഹത്തിന്റെ പോക്കറ്റ് മണിയിൽ നിന്നോ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സേവിങ്സിനെ അനുസരിച്ചാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. സേവിങ്സ് ചെറിയ തോതിലുള്ള സേവിങ്സ് ആണ് ഉള്ളതെങ്കിൽ അവരെ എൻട്രി ലെവലിലെ മ്യൂച്വൽ ഫണ്ടിലൂടെയോ SIP പോലെയുള്ള പ്രൊഡക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെറുതായിട്ടോ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കൾച്ചർ ബിൽഡപ്പ് ചെയ്ത് സ്റ്റഡി ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യേണ്ടത്. അതേസമയം അവർക്ക് വലിയ തോതിലുള്ള അസറ്റ്സ് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഏതായാലും എത്രയും നേരത്തെ തന്നെ എല്ലാ ആളുകളും, ഇപ്പൊ ഏത് പ്രൊഫഷൻ എടുത്ത് പഠിച്ചാലും, അതിപ്പം മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിലും കൊള്ളാം, ലീഗൽ ലോ ആണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും കൊള്ളാം, കൊമേഴ്സ് ആണെങ്കിലും കൊള്ളാം, ഏത് പ്രൊഫഷനിലുള്ളവർക്കും അവരുടെ ഫിനാൻഷ്യൽ സേവിങ്സ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഐ കൺഗ്രാജുലേറ്റ് ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആളെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ആ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു ഇൻവെസ്റ്റർ ആയിട്ട് വരിക.
ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും മാർക്കറ്റ് വ്യൂവിൽ ചോദ്യം ചോദിച്ച് ഇത്തവണ ക്യാഷ് പ്രൈസ് നേടിയിരിക്കുന്നത് ടിനു വി തോമസ് ആണ്. ടിനു വി തോമസിന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ടിനു വി തോമസ് ഒരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈമായി നിക്ഷേപം നടത്താമോ എന്നായിരുന്നു ചോദ്യം. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ഇനി വൈകുന്നേരം 4:45 കാണാം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.